നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ക്രൈം ഡ്രാമ ബസൂക്കയുടെ ചിത്രീകരണം മമ്മൂട്ടി ആരംഭിച്ചു. സരേഗാമ ഇന്ത്യൻ ലിമിറ്റഡിന്റെ ഫിലിം സ്റ്റുഡിയോ വിഭാഗമായ യൂഡ്ലി ഫിലിംസ് ആണ് ബസൂക്ക നിർമ്മിക്കുന്നത്. തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ് സഹനിർമ്മാണം. തെന്നിന്ത്യൻ താരം മമ്മൂട്ടി തന്റെ വരാനിരിക്കുന്ന ചിത്രമായ ബസൂക്കയുടെ ഷൂട്ടിംഗ് ബുധനാഴ്ച കേരളത്തിലെ എറണാകുളത്ത് ആരംഭിച്ചതായി നിർമ്മാതാക്കൾ ബുധനാഴ്ച അറിയിച്ചു. മലയാളം ഭാഷയിലുള്ള ക്രൈം ഡ്രാമ സംവിധാനം ചെയ്യുന്നത് മുതിർന്ന തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിന്റെ മകനും നവാഗത സംവിധായകനുമായ ഡീനോ ഡെന്നീസ് ആണ്. കട്ടികൂടിയ തിരക്കഥയും നല്ല വൃത്താകൃതിയിലുള്ള കഥാപാത്രങ്ങളുമുള്ള ബസൂക്കയിലേക്ക് തൽക്ഷണം ആകർഷിക്കപ്പെട്ടുവെന്ന് മമ്മൂട്ടി പറഞ്ഞു. നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുകയും നിങ്ങളുടെ താല്പര്യം ഉടനടി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ബസൂക്ക ഒരു ആക്ഷൻ ചിത്രമാണ്, എന്നാൽ അത് ബുദ്ധിയുടെ ഒരു ഗെയിം കൂടിയാണ്. കൂടാതെ ശക്തമായി നന്നായി ചിത്രീകരിച്ച കഥാപാത്രങ്ങളുമുണ്ട്. ചിത്രീകരണ പ്രക്രിയയ്ക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം എൻ്റെ കഥാപാത്രം എന്നെ വളരെ രസകരമായ ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്കറിയാം, 71-കാരനായ നടൻ പ്രസ്താവനയിൽ പറഞ്ഞു. സ്ക്രീൻ വിഗ്രഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ താൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നതിനാൽ ഇത് തനിക്കൊരു സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണെന്ന് ഡെന്നീസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉയരവും അനുഭവമുള്ള ഒരാളെ നയിക്കുക എന്നത് ഒരു ജീവിതകാലത്തിന്റെ പദവിയായതിനാൽ എനിക്ക് ആവേശം തോന്നുന്നു. മമ്മൂട്ടി സാറും അദ്ദേഹത്തിന്റെ ആരാധകരും ഒരു സിനിമാ നാഴികക്കല്ലിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നില്ല എന്നതിനാൽ കാലങ്ങളായി സിനിമാ മാജിക്കും ഒരു സിനിമയും സൃഷ്ടിക്കാൻ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു, സംവിധായകൻ പറഞ്ഞു. ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ ഗൗതം മേനോൻ നായകനാകുന്ന ബസൂക്ക കൊച്ചിയിലും ബംഗളൂരുവിലും ചിത്രീകരിക്കും. മമ്മൂട്ടി നായകനാകുന്ന ബസൂക്ക വൈകുന്നത് എന്തുകൊണ്ട്? സൂചനകൾ പുറത്ത്. ആരാധകരെ നിരാശരാക്കുന്നതാണ് ആ അപ്ഡേറ്റും. അടുത്തിടെയാണ് മലയാളത്തിൻ്റെ മമ്മൂട്ടി വേറിട്ട കഥാപാത്രങ്ങളാൽ ഞെട്ടിക്കുകയാണ്. അങ്ങനെ മമ്മൂട്ടിയുടെ വ്യത്യസ്തമായൊരു സിനിമയായിരിക്കും ബസൂക്കയെന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മമ്മൂട്ടിയുടെ ബസൂക്ക ഒരു ത്രില്ലർ ചിത്രമായിരിക്കുമെന്നാണ് സൂചന. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമായ മമ്മൂട്ടിയുടെ ബസൂക്കയുടെ റിലീസ് വൈകിയേക്കും. ഓണം റിലീസായി സെപ്റ്റംബറിൽ മമ്മൂട്ടി ചിത്രം പ്രദർശനത്തിനെത്തിക്കാനായിരുന്നു ആലോചന. എന്നാൽ ഗൗതം വാസുദേവ് മേനോന്റെ ഭാഗം പൂർത്തിയാകാനുണ്ട് എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. നിലവിൽ മമ്മൂട്ടി നായകനാകുന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന്റെ തിരക്കിലാണ് ഗൗതം വാസുദേവ് മേനോൻ. ഗൗതം വാസുദേവ് മേനോന്റെ മമ്മൂട്ടി ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടായിരിക്കും ഇനി ബസൂക്കയുടെ ഭാഗം ചിത്രീകരിക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മമ്മൂട്ടി നായകനാകുന്ന ബസൂക്ക സിനിമയുടെ സംവിധാനം നിർവഹിക്കുക ഡിനോ ഡെന്നിസ് ആണ്. തിരക്കഥയും ഡിനോ ഡെന്നിസ് ആണ് എഴുതുന്നത്. മമ്മൂട്ടിക്കൊപ്പം ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി വേഷമിടുന്നു എന്ന പ്രത്യേകത ബസൂക്കയ്ക്കുണ്ട്. ഛായാഗ്രാഹണം നിമേഷ് രവി നിർവഹിക്കുന്ന ചിത്രത്തിൽ സണ്ണി വെയിൻ, ജഗദീഷ്, ഷറഫുദ്ദീൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഡീൻ ഡെന്നീസ്, സ്ഫടികം ജോർജ്, ദിവ്യ പിള്ള എന്നിവരും ഷൈൻ ടോം ചാക്കോ എന്നിവരും പ്രധാന വേഷങ്ങളിലുണ്ട്. മമ്മൂട്ടി സാറിനൊപ്പം പ്രവർത്തിക്കുക എന്ന തൻ്റെ സ്വപ്നത്തിൻ്റെ സാഫല്യമാണ് ബസൂക്ക എന്നാണ് സംവിധാനം ഡിനോ ഡെന്നിസ് പ്രതികരിച്ചത്. തനിക്ക് അതിനുള്ള അവസരം നൽകിയത് തിരക്കഥയാണ്. അദ്ദേഹത്തെ പോലെ അനുഭവ പരിചയമുള്ളൊരു നടനെ സംവിധാനം ചെയ്യുക എന്നത് ജീവിതത്തിലെ ഭാഗ്യമായതിനാൽ ഞാൻ ത്രില്ലിലാണ്. നൂതനമായൊരു പ്രമേയമാണ് എന്നതിനാലും ചിത്രത്തിൽ നിരവധി ഗെറ്റപ്പുകളിലൂടെയാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത്.